ബെസ്റ്റ് ഫ്രണ്ടും അമ്മയും ഇപ്പോഴാണ് വരുന്നത്. എന്ത് പറയാനാ മോളെ, അടുത്ത മാസമല്ലേ ഇവളുടെയും കല്യാണം. മനസ്സിനിണങ്ങിയ ഡിസൈനുകൾ നോക്കി കേറി ഇറങ്ങാത്ത ജ്വല്ലറികളില്ല. ഇനി ഉണ്ടെങ്കിലോ ലോകത്തെങ്ങും ഇല്ലാത്ത പണിക്കൂലി. അതിന്റെ അലച്ചില. ഈ ഓർണമെന്റ്സിലെ അടിപൊളി ഡിസൈൻസ് ആണല്ലോ, എവിടെ നിന്ന് എടുത്തേ? നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. പ്രശസ്തമായ വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന 15ാമത് ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന്റെ 6ാം ദിവസത്തെ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി പൂർത്തിയായി. രാവിലെ ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷമാണ് യജ്ഞവേദിയിൽ ശ്രീമദ് ദേവി ഭാഗവത പാരായണവും പ്രഭാഷണവും ആരംഭിച്ചത്. അവയെല്ലാം ഇതിൻ്റെ വിവിധ രൂപങ്ങൾ മാത്രമാണ്. ഗോവിന്ദനായാലും ദേവിയായാലും ശിവനായാലും അതുകൊണ്ടാണ് ശിവപൂജ. ഇപ്പോൾ ആരതി നമ്മൾ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ഒക്കെ കഴിച്ച് സംതൃപ്തിയാകാനായിട്ടിരിക്കുന്ന മഹാദേവനെയും പാർവതി ദേവിയെയും മനസ്സുകൊണ്ട് ധ്യാനിക്കുക. വടക്കുന്നാഥൻ്റെ പുറകിൽ ആളിയിരിക്കുന്ന യജ്ഞത്തിൻ്റെ 6ാം ദിനത്തിൽ ഹരിചന്ദ്ര ചരിതം മുതൽ ധ്രുവമണ്ഡല കഥനം വരെയുള്ള ഭാഗങ്ങളാണ് യജ്ഞവേദിയിൽ പാരായണം ചെയ്തത്. തുടർന്ന് മഹാമൃത്യുഞ്ജയ പൂജയും ഹോമവും മഞ്ഞൾപ്പൊടി അഭിഷേകവും ശതാക്ഷിപ്ര ദുർഭാവം നാരീപൂജ എന്നിവയും ഭക്തിനിർഭരമായി നടന്നു. പാൽപായസമായിരുന്നു പ്രധാന നിവേദ്യം. പെരുമ്പാവൂർ പട്ടിമറ്റം CJR പിള്ളയുടെ നേതൃത്വത്തിലാണ് യജ്ഞ പാരായണം പുരോഗമിക്കുന്നത്. നവാഹ യജ്ഞ കമ്മിറ്റി പ്രസിഡന്റ് PR സുരേഷ് കുമാർ, സെക്രട്ടറി കൃഷ്ണകുമാർ കണ്ടേരി, ട്രഷറർ PV ഹരികൃഷ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. യജ്ഞത്തിൻ്റെ 7ാം ദിവസമായ വെള്ളിയാഴ്ച സൗരയുധ വിവരണം മുതൽ സാവിത്രി ചരിതം വരെയുള്ള ഭാഗങ്ങളാണ് പാരായണം ചെയ്യുക എന്ന് സംഘാടകർ അറിയിച്ചു.